ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എൻഗേജ് വിത്ത് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൃത്യമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലാംഗ്വേജ് ലേണിംഗ് ജേണിയിൽ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് പോലെ മറ്റ് രണ്ട് പദങ്ങൾ കൂടി, വാസ്, വേർ. നിങ്ങൾ ഓരോ പദങ്ങളും പഠിക്കുമ്പോൾ അതിന്റെ കൃത്യമായ സ്പെല്ലിങ്ങുകൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, കൃത്യമായി പഠിക്കണം. ഓക്കെ, വാസ്, വേർ രണ്ട് പദങ്ങളെ കുറിച്ചും അതുപയോഗിച്ച് എങ്ങനെയാണ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ കൊടുത്തതുപോലെ വാസിന്റെയും വേറിന്റെയും അർത്ഥം, രണ്ടിന്റെയും അർത്ഥം ആയിരുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, വാസ് എന്ന് പറഞ്ഞാലും വേർ എന്ന് പറഞ്ഞാലും അർത്ഥം വരുന്നത് ആയിരുന്നു. അതായത് പ്രസന്റിൽ, ഇപ്പോഴത്തെ അവസ്ഥയിലല്ല, മുൻപ് ആയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോ അടുത്ത സ്ലൈഡ് നോക്കിയാൽ നമ്മൾ ഇതുവരെ ഇംഗ്ലീഷിന്റെ ബേസിക് ചർച്ച ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ സബ്ജക്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എത്ര സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ? 8 സബ്ജക്റ്റുകളാണ്. എത്ര സബ്ജക്റ്റുകളാണ്? 8 സബ്ജക്റ്റുകളാണ്. ഏതെല്ലാമാണവ? ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദേ. ഞാൻ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയാൻ വേണ്ടി നിങ്ങളും ശ്രമിക്കണം. ഓക്കെ, ഇതിനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഈ ഓർഡറിൽ പറയുന്നത് നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടി അർത്ഥസഹിതം ഒന്ന് പറഞ്ഞേ. ഐ, ഞാൻ, വി, ഞങ്ങൾ, യു, നീ, യു, നിങ്ങൾ, ഹി, അവൻ, ഷി, അവൾ, ഇറ്റ്, അത്, ദേ, അവർ, അവ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാസ്, വേർ രണ്ട് പദങ്ങളാണ് ഉള്ളത്, 8 സബ്ജക്റ്റുകളുമുണ്ട്. എങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെയാണ് വാസ് വരിക, അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെയാണ് വേർ വരിക എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതായത് എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ വാസ് വരികയില്ല, അതുപോലെ എല്ലാ സബ്ജക്റ്റുകളുടെയും കൂടെ വേറും വരികയില്ല. അടുത്ത സ്ലൈഡ് നോക്കിയാൽ വാസ് ആയിരുന്നു. ഓക്കെ, വാസിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. വാസിന്റെ കൂടെ വരുന്ന സബ്ജക്റ്റുകൾ ഇവിടെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച 8 സബ്ജക്റ്റുകളുടെ കൂട്ടത്തിൽ നിന്നും ഐ, ഹി, ഷി, ഇറ്റ്, ഈ 4 സബ്ജക്റ്റുകളുടെ കൂടെയാണ് വാസ് വരിക. ഓക്കെ, അപ്പോൾ ഞാനായിരുന്നു എങ്ങനെയാണ് പറയല്? ഐ വാസ് എന്നാണ്. അവനായിരുന്നു, ഹി വാസ്. അവളായിരുന്നു, ഷീ വാസ്. അതായിരുന്നു, ഇറ്റ് വാസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശദമായി ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഐ വാസ് എ സ്റ്റുഡന്റ്. ഐയുടെ ഉദാഹരണങ്ങൾ ആദ്യം നോക്കൂ. ഐ വാസ് എ സ്റ്റുഡന്റ്. ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു. ആയിരുന്നു എന്നാണ് വരുന്നത്, അതായത് ഇപ്പോഴല്ല. ഓക്കെ, വാസ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ കാലത്ത് ആയിരുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോഴല്ല. ഓക്കെ, ഐ വാസ് എ സ്റ്റുഡന്റ്. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. ഐ വാസ് എ ടീച്ചർ. ഞാനൊരു അധ്യാപകനായിരുന്നു. ഐ വാസ് എ ഡ്രൈവർ. ഞാനൊരു ഡ്രൈവർ ആയിരുന്നു. ഐ വാസ് എ ലോയർ. ഞാനൊരു അഭിഭാഷകൻ, വക്കീലായിരുന്നു. ഐ വാസ് എൻ എഞ്ചിനീയർ. ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. ഇവിടെ നോക്കിയാൽ ലാസ്റ്റത്തെ ഉദാഹരണത്തിൽ ഐ വാസ് ആൻ എഞ്ചിനീയർ എന്നാണ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലാസ്റ്റ് എഞ്ചിനീയർ എന്നതിന്റെ മുമ്പിൽ മാത്രം ആൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വവൽ ലെറ്റേഴ്സ് ആയിട്ട് 5 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. എ, ഇ, ഐ, ഒ, യു. ഈ 5 ലെറ്റേഴ്സ് ആണ് വവൽ ലെറ്റേഴ്സ്. ഈ 5 ലെറ്റർ ഉപയോഗിച്ച് തുടങ്ങുന്ന പദങ്ങൾക്ക് മുമ്പിൽ ഓക്കെ ആൻ ആണ് ഉപയോഗിക്കുക, എ അല്ല. ഓക്കെ, അപ്പൊ സ്റ്റുഡന്റിന്റെ ആദ്യത്തെ ലെറ്റർ എസ് ആണ്, അപ്പോൾ അത് വവൽ ലെറ്റർ അല്ല, അതുകൊണ്ടാണ് അതിനു മുമ്പിൽ എ വന്നത്. അതുപോലെ ടീച്ചർ, അതിന്റെയും ടി ആണ് ആദ്യ ലെറ്റർ, അതുകൊണ്ട് അത് വവൽ ലെറ്റർ അല്ലാത്തത് കൊണ്ടാണ് എ വന്നത്. അതുപോലെ തന്നെയാണ് ഡ്രൈവറിലും
ലോയറിലും. ഓക്കെ, വവൽ ലെറ്റേഴ്സ് അല്ലാത്തത് കൊണ്ടാണ് എ വന്നത്. ഇനി എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെറ്റർ ഇ ആണ്. അപ്പോ അത് വവൽ ലെറ്റേഴ്സിൽ പെട്ട ഒരു ലെറ്റർ ആണ്. AEIOU, അതിൽ ഇ ഉണ്ട്. അതുകൊണ്ടാണ് ആൻ വന്നത്. ഓക്കെ, അപ്പോ എ എവിടെയാണ് ഉപയോഗിക്കല്, ആൻ എവിടെയാണ് ഉപയോഗിക്കല് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. രണ്ടിന്റെയും അർത്ഥം വരുന്നത് ഒരു എന്ന് അർത്ഥം വരുന്നതാണ്. ഒരു സിംഗുലർ നൗണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ഹീയുടെ ഉദാഹരണങ്ങൾ നോക്കാം. ഹി വാസ് എ സ്റ്റുഡന്റ്, അവനൊരു വിദ്യാർത്ഥിയായിരുന്നു. ഹി വാസ് എ ടീച്ചർ, അവനൊരു അധ്യാപകനായിരുന്നു. ഹി വാസ് എ ഡ്രൈവർ, അവനൊരു ഡ്രൈവർ ആയിരുന്നു. ഹി വാസ് എ ലോയർ, അവനൊരു വക്കീലായിരുന്നു. ഹി വാസ് ആൻ എഞ്ചിനീയർ, അവനൊരു എഞ്ചിനീയർ ആയിരുന്നു. ഇനി ഷീ വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഷീ വാസ് എ സ്റ്റുഡന്റ്, അവളൊരു വിദ്യാർത്ഥിനിയായിരുന്നു. ഷീ വാസ് എ ടീച്ചർ, അവളൊരു അധ്യാപികയായിരുന്നു. ഷീ വാസ് എ ഡ്രൈവർ, അവളൊരു ഡ്രൈവർ ആയിരുന്നു. ഷീ വാസ് എ ലോയർ, അവളൊരു വക്കീലായിരുന്നു. ഷീ വാസ് ആൻ എഞ്ചിനീയർ, അവളൊരു എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇനി ഇറ്റ് വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഇറ്റ് വാസ് എ കാറ്റ്, നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഇറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് മനുഷ്യന്മാരല്ലാത്ത വസ്തുക്കൾക്കാണ്. അത് ജീവികളാകാം, മറ്റെന്തെങ്കിലും വസ്തുക്കളോ ആവാം. ഇറ്റ് വാസ് എ കാറ്റ്, അതൊരു പൂച്ചയായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് മുമ്പ് ആയിരുന്ന, ഇപ്പോഴല്ലാത്ത അവസ്ഥകളെ കുറിച്ച് പറയാനാണ് വാസ് ഉപയോഗിക്കുന്നത്. അതായത് നിലവിലല്ല, മുമ്പ് ആയിരുന്നു എന്ന് പറയാൻ. അപ്പൊ പൂച്ച മുമ്പും പൂച്ചയല്ലേ? അങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടു നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസോ മറ്റോ അത് പൊട്ടിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അത് പൊട്ടിച്ചത് ഒരു പൂച്ചയാണെങ്കിൽ നമ്മൾ പിന്നീട് പറയുമ്പോൾ ആരാണ് പൊട്ടിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് എ കാറ്റ്, അതൊരു പൂച്ചയായിരുന്നു. ഇല്ലെങ്കിൽ അതെന്താണ് ശബ്ദം കേട്ടത്, ഇറ്റ് വാസ് എ കാറ്റ്, അതൊരു പൂച്ചയായിരുന്നു. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇറ്റ് വാസിന്റെ കൂടെ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇറ്റ് വാസ് എ കാറ്റ്, അതൊരു പൂച്ചയായിരുന്നു. ഇറ്റ് വാസ് എ ഡോഗ്, അതൊരു നായയായിരുന്നു. ഇറ്റ് വാസ് എ കൗ, അതൊരു പശുവായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ കണ്ടു, ഒരു നല്ലൊരു പൂവിനെ കണ്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു, അത് വളരെ മനോഹരമായിരുന്നു. നമ്മൾ എന്തായാലും ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയൽ എങ്ങനെയാണ്? ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, അത് മനോഹരമായിരുന്നു. ഇറ്റ് വാസ് ബ്രോക്കൺ, ഏതെങ്കിലും ഒരു വസ്തുക്കള് പൊട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗ്ലാസോ മറ്റോ പൊളിഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ബ്രോക്കൺ, അത് പൊട്ടിയതായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ഇറ്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹിയും ഷീയും ഒക്കെ അജക്റ്റീവിന്റെ കൂടെ, ഇപ്പൊ നമ്മൾ നൗണിന്റെ കൂടെയാണ്, ഓരോ നാമങ്ങളുടെ കൂടെയാണ് ഉപയോഗിക്കുന്നുള്ളത്. അജക്റ്റീവിന്റെ കൂടെ എ അല്ലെങ്കിൽ ആന് ഒന്നും ഇല്ലാതെ തന്നെ ഉപയോഗിക്കും. ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് പോലെ ഷീ വാസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അതുപോലെ തന്നെ ഷീയും ഹിയും അതുപോലെ ഐയും ഈ സബ്ജക്റ്റുകളൊക്കെ അജക്റ്റീവിന്റെ കൂടെ എ ഇല്ലാതെയും ആൻ ഇല്ലാതെയും ഒക്കെ വരും. അതായത് ഷി വാസ് ബ്യൂട്ടിഫുൾ, ഹി വാസ് ഹാൻസം, ലൈക്ക് ദാറ്റ്. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കിയാൽ വേർ, ആയിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു വാസിന്റെ അർത്ഥം ആയിരുന്നു എന്നതുപോലെ തന്നെ വേറിന്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. അപ്പോ 8 സബ്ജക്റ്റുകളുടെ കൂട്ടത്തിൽ വാസിന്റെ കൂടെ 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. അപ്പൊ ബാക്കിയുള്ള 4 സബ്ജക്റ്റുകൾ വേറിന്റെ കൂടെയാണ് വരിക. ഓക്കെ, അപ്പോ ബാക്കിയുള്ള 4 സബ്ജക്റ്റുകളെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വി, അതുപോലെ നീ എന്നതിനെ സൂചിപ്പിക്കുന്ന യുവും, നിങ്ങൾ എന്നതിനെ സൂചിപ്പിക്കുന്ന യുവും, അതുപോലെ ദേ. അപ്പൊ നമ്മൾക്ക് ഓരോന്നിന്റെയും ഉദാഹരണങ്ങൾ നോക്കാം. വി വർ സ്റ്റുഡൻസ്, ഇവിടെ എ ഇല്ല. എന്തേ കാരണം? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ്. അതെ, വി എന്നുള്ളത് ഒന്നിനെ സൂചിപ്പിക്കുന്നതല്ല, ഒരുപാട് എണ്ണത്തിനെ, ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് അതിന്റെ കൂടെ വരുന്ന നൗണുകൾ പ്ലൂരൽ ആയിരിക്കും. സ്റ്റുഡന്റ് എന്നല്ല, സ്റ്റുഡൻസ്. ഓക്കെ, വിദ്യാർത്ഥികൾ എന്നായിരിക്കും. അതുകൊണ്ട് എ വരൂല.
ഓക്കെ, വി വർ സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. വി വർ ടീച്ചേഴ്സ്, നമ്മൾ അധ്യാപകരായിരുന്നു. വി വർ ഡ്രൈവേഴ്സ്, നമ്മൾ ഡ്രൈവർമാരായിരുന്നു. വി വർ ലോയേഴ്സ്, നമ്മൾ അഭിഭാഷകരായിരുന്നു, അതായത് വക്കീൽമാർ ആയിരുന്നു. വി വർ എഞ്ചിനീയേഴ്സ്, നമ്മൾ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഇനി നീ എന്നർത്ഥം വരുന്ന യുവിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. യു വർ എ സ്റ്റുഡന്റ്. അതാ ഇവിടെ യു എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതായത് നീ എന്നർത്ഥം വരുമ്പോൾ അതിൽ ഒരു പേഴ്സൺ, ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ എ വന്നു. ഓക്കെ, പ്ലൂരലിന്റെ അടയാളമായ അവസാനത്തെ എസ് വന്നില്ല. സ്റ്റുഡന്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് എ മുന്നിൽ വന്നിട്ടുണ്ട്. യു വർ എ സ്റ്റുഡന്റ്, നീ ഒരു വിദ്യാർത്ഥിയായിരുന്നു. യു വർ എ ടീച്ചർ, നീ ഒരു അധ്യാപകനായിരുന്നു. യു വർ എ ഡ്രൈവർ, നീ ഒരു ഡ്രൈവർ ആയിരുന്നു. യു വർ എ ലോയർ, നീ ഒരു ലോയർ ആയിരുന്നു. യു വർ ആൻ എഞ്ചിനീയർ, നീ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത യു, നിങ്ങൾ എന്നർത്ഥം വരുന്ന യു. അപ്പൊ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരായി. അതുകൊണ്ട് അവിടുത്തെ എ പോയി. സ്റ്റുഡന്റിന്റെ അവസാനം അതിനെ പ്ലൂരലാക്കാൻ എസ് വന്നു, സ്റ്റുഡൻസ് എന്നായി. ഓക്കെ, യു വർ സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. അപ്പോ യുവും അതുപോലെ നീ എന്ന് അർത്ഥം വരുന്ന യുവും നിങ്ങൾ എന്ന അർത്ഥം വരുന്ന യുവും, ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ അല്ലേ? അതായത് യു വർ എ സ്റ്റുഡന്റ് എന്ന സെന്റൻസ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവിടെ യുവിന്റെ അർത്ഥം നീ എന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം എ വന്നിട്ടുണ്ട്, അതുപോലെ പ്ലൂരൽ അല്ല, സിംഗുലർ നൗൺ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ യു വർ സ്റ്റുഡൻസ് എന്നാണ് സെന്റൻസ് വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കണം ആ യു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളാണ് എന്ന്. കാരണം സ്റ്റുഡൻസ് എന്ന പ്ലൂരൽ നൗൺ ആണ് അതിന്റെ കൂടെ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? യു വർ ടീച്ചേഴ്സ്, നിങ്ങൾ ടീച്ചേഴ്സ് ആയിരുന്നു. യു വർ ഡ്രൈവേഴ്സ്, നിങ്ങൾ ഡ്രൈവേഴ്സ് ആയിരുന്നു. യു വർ ലോയേഴ്സ്, നിങ്ങൾ അഭിഭാഷകരായിരുന്നു, വക്കീൽമാരായിരുന്നു. യു വർ എഞ്ചിനീയേഴ്സ്, നിങ്ങൾ എഞ്ചിനീയർമാരായിരുന്നു. ഇനി ദേയുടെ ഉദാഹരണങ്ങൾ. ദേ വർ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളായിരുന്നു. ദേ വർ ടീച്ചേഴ്സ്, അവർ അധ്യാപകരായിരുന്നു. ദേ വർ ഡ്രൈവേഴ്സ്, അവർ ഡ്രൈവർമാരായിരുന്നു. ദേ വർ ലോയേഴ്സ്, അവർ വക്കീൽമാരായിരുന്നു. ദേ വർ എഞ്ചിനീയേഴ്സ്, അവർ എഞ്ചിനീയർമാരായിരുന്നു. ദേ വർ കാറ്റ്സ്. ആ ഒരു ഉദാഹരണം എക്സ്ട്രാ ആയി കൊടുത്തത് നമ്മൾ പറഞ്ഞു. ദേക്ക് രണ്ട് അർത്ഥങ്ങളുണ്ട്. അവർ എന്നും അർത്ഥമുണ്ട്, അവ എന്നും അർത്ഥമുണ്ട്. അപ്പൊ അവ എന്നതിനെ സൂചിപ്പിക്കുന്ന ഉദാഹരണമാണ് ദേ വർ കാറ്റ്സ്, അവ പൂച്ചകളായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ വാസിന്റെയും വേറിന്റെയും കൃത്യമായ ഉദാഹരണങ്ങൾ അടക്കം നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്ലൈഡിൽ നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി ഒരു ക്വിക്ക് ടെസ്റ്റ് ആണ്. ട്രാൻസ്ലേറ്റ് ദ ഗിവൺ സെന്റൻസസ് ഇൻ ടു ഇംഗ്ലീഷ്. താഴെ 8 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അവർ ചങ്ങാതിമാരായിരുന്നു. ഞാനൊരു അധ്യാപകനായിരുന്നു. നീ ഒരു കുട്ടിയായിരുന്നു. നിങ്ങൾ കുട്ടികളായിരുന്നു. അതൊരു വാച്ചായിരുന്നു. അവനൊരു പാട്ടുകാരനായിരുന്നു. അവൾ ഒരു രാജ്ഞി ആയിരുന്നു. രാജ്ഞി എന്ന് പറയുമ്പോൾ രാജാവിന്റെ വൈഫ് അല്ലെ, ക്വീൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഞങ്ങൾ ഡ്രൈവേഴ്സ് ആയിരുന്നു. ഓക്കെ, ഈ 8 സെന്റൻസിനെ നിങ്ങൾ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ വാസും വേറും വെച്ചിട്ടാണ് വരിക. അപ്പൊ നിങ്ങൾ കൃത്യമായി ഈ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി ഈ 8 സെന്റൻസുകളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ക്ലാസ്സുകളിൽ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ ക്ലാസ്സിനിരിക്കുന്ന സമയത്ത് ഒരു പുസ്തകം, നോട്ട്ബുക്കും പേനയും കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ തന്നെ ഓൺ ദ സ്പോട്ടായി അത് കൃത്യമായി ചെയ്യാനും നിങ്ങളുടേതായ ആ ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇനി അടുത്തതായി സ്ലൈഡിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു ക്വിക്ക് ടെസ്റ്റിൽ കിട്ടിയ സ്കോർ ഉപയോഗിച്ച് നിങ്ങൾ എത്രമാത്രം വളരെ ഉഷാറാണ് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. 8 മാർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സലന്റ് ആണ്. 7 ആണെങ്കിൽ വെരി ഗുഡ് ആണ്. 5ഓ 6ഓ മാർക്ക് ആണെങ്കിൽ ഗുഡ് ആണ്.
3 4 മാർക്കാണ് കിട്ടിയതെങ്കിൽ ആവറേജ് ആണ്, 2 മാർക്കാണ് കിട്ടിയതെങ്കിൽ ബിലോ ആവറേജ് ആണ്, 1 ആണെങ്കിൽ പുവർ ആണ്, ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ വാച്ച് അഗെയിൻ ആൻഡ് ലേൺ വെൽ. നിങ്ങൾ വീണ്ടും ഈ ക്ലാസ് കാണണം, നന്നായി പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത് അത് നിങ്ങൾക്ക് കമന്റിലൂടെയോ അല്ലെങ്കിൽ പേഴ്സണലായി മെസ്സേജിലൂടെയോ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നന്നായി പഠിക്കുക. എൻഗേജ് വിത്ത് ഇംഗ്ലീഷ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് ജേണിയിൽ നമുക്ക് നന്നായി മുന്നോട്ട് പോകാം. അടുത്ത ക്ലാസ്സിൽ കാണാം. See you soon.